അതിഥികളുമായി ഞങ്ങളുടെ ടീം അവിടെ സജ്ജമായി ഇരിക്കുകയാണ്. റിയാസ് KMRലേക്കാണ് പോകുന്നത്. റിയാസ്, ആരാണ് പുതിയ അതിഥി? ഇവിടെ ഒരു സുന്ദരിക്കുട്ടി എത്തിയിട്ടുണ്ട്. അവളോട് തന്നെ ചോദിക്കാം. മോളെ, എന്താ പേര്? നിയ നസ്രി. എവിടുന്ന് വരുന്നു? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കുറ്റ്യാടി. ഏതാ സ്കൂള്? GHSS കുറ്റ്യാടി. ഇവിടെ ഏത് ഇനത്തിലാ മത്സരിച്ചത്? അറബിക് മോണാക്ടും അറബിക് കഥാപ്രസംഗവും. ഈ അതില് എ ഗ്രേഡ് കിട്ടി? യെസ്. രണ്ടിലും എ ഗ്രേഡ് നേടി. മിടുക്കി. നേരത്തെ കലോത്സവത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ്. ആണോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അല്ലേ വിനിയ? തീർച്ചയായും 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ 2 എ ഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഇവിടെ എന്തിനാ നിൽക്കണേ? അതെ, എന്തിനാ നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്ത വിനയെക്കൊണ്ട്. പക്ഷേ ഗംഭീരമായിട്ട് എന്താ പറയുക, പ്രകടനം നടത്തി എ ഗ്രേഡ് നേടി കൊച്ചുമിടുക്കി തിരിച്ച് ഇന്ന് കോഴിക്കോട് കയറും. ഇനി മത്സരങ്ങളുണ്ടോ? ഇനി മത്സര ഇനങ്ങളില്ല. നാളെ പോകും. നാളെ പോകും. സമാപന സമ്മേളനം കാണുന്നുണ്ട്? ഇല്ല. ടൊവിനോയെ കാണുന്നൊന്നുമില്ല? ഇല്ല. എന്തായാലും അത് പിന്നീട് കാണാം. ഇത്തവണ ആര് കിരീടം കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം? കോഴിക്കോട് തന്നെ. പക്ഷെ കൊണ്ടുപോകും. കണ്ണൂർ ഫസ്റ്റ് ഉള്ളത്. അതെല്ലാം നമ്മൾ പിടിക്കൂ. കണ്ണൂരാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അല്ല, അത് വിനിയ ഒരു പ്രത്യേകത എന്താ പറയുക, വൃന്ദ, എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ് ഈ പൊതുവെ കോഴിക്കോട് ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ജില്ലകളിലൊന്നാണ് കോഴിക്കോട് അവസാന 2 ദിവസങ്ങളിലാണ് കോഴിക്കോട് കയറി വരാറുള്ളത് പൊതുവെ കലോത്സവങ്ങളുടെ ചരിത്രങ്ങളിൽ. അതായത് അവർ 4ാം സ്ഥാനത്തിരുന്ന കോഴിക്കോട് കയറി വന്ന് പോയിന്റ് നിലയിൽ അവസാന ദിവസം 5ാം സ്ഥാനത്ത് നോക്കി കയറി വന്ന് ചാമ്പ്യന്മാരായി പോയ ചരിത്രം കോഴിക്കോടിനുണ്ട് അല്ലേ? അതെ. ആ ചരിത്രം ആവർത്തിക്കും തീർച്ചയായും. അല്ല, എന്തായാലും റിയാസിക്കയ്ക്ക് ഗുണമാണ്. കാരണം കണ്ണൂർ ജയിച്ചാലും കോഴിക്കോട് ജയിച്ചാലും റിയാസിക്ക കണ്ണൂരിലുണ്ട്, കോഴിക്കോടുണ്ട്. അതുകൊണ്ട് ബെനിഫിറ്റ് റിയാസിക്കയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ കേരളത്തിലേക്ക് തന്നെയാണല്ലോ ഈ കപ്പ് പോകുന്നത്. നമ്മുടെ കുട്ടികൾക്കാണ്, അതാണ് മുഖ്യം അല്ലേ? മോളെ പെർഫോമൻസ് കണ്ടാലോ നമുക്ക്? യെസ്. ഓക്കെ, അവസാനത്തെ ഭാഗം കഥാപ്രസംഗം. وفجأة وصل الماء مع الوهل الكثيب في داخل بيتنا حتى يمتلئ الماء والتراب في بيوتنا. يكاد البيت يهدم أقرب فرس وكنت أسمع الصيحات أولادي من بين الأشجار. أما نجري. فجذبتها من بين الأشجار وفي الحين أسمع من داخل الصيحات الآباء والأمهات والإخوان والأخوات، ولكن ما يسمع النداء. وسبحت بهذه البنت الصغيرة من النحر بأطراف الأرض حتى وصلت في البر، فإذا ماذا أرى؟ فيلا واحد، فيلا ثاني، فيلا ثالث، يا إله. فيلا واحد، فيلا ثاني، فيلا ثالث، يا إله. من كارثة نأتي أيضا في كارثة أعلمها. قلبي يرتجف الليلة، بنتي تدرس عيناها، بالخشوع ناديت يا فيلا، يا فيلا، يا فيلا، يا فيلا. ഇത് ഏത് വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ്? വയനാട് ദുരന്തം. അതിൽ ഒരു സ്ത്രീയിലായിരുന്നു സുജാത. അവര് ആനേന്റെ മുമ്പിൽ പെട്ട ആ ഒരു വിഷയമാണ് ഞാൻ എടുത്തത്. ആനയുടെ മുന്നിൽ ഒരു വയോധികയായിട്ടുള്ള ഒരു അമ്മയും ആ ചെറുമക്കളുമായി പെട്ടുപോയി ആന സംരക്ഷിച്ചല്ലേ? ഫീൽ ആന അല്ലേ? ഫീൽ എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം ആന എന്നാണ്. അതായത് ഒരു ദുരന്തമുഖത്ത് വന്യജീവികൾ പോലും നമ്മുടെ രക്ഷകരായി അവതരിക്കുന്നു എന്നുള്ള നമ്മളെ ഗംഭീരം കേട്ടോ. കാരണം ആ ഫീലിങ്ങോടുകൂടി അവതരിപ്പിച്ചു. നമ്മുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. അർത്ഥം കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ പോലും ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളിലൂടെ ഇതിന് എ ഗ്രേഡ് തന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും വരണം കേട്ടോ. ഇനി ഒരു 4 തവണ ഇനിയും കലോത്സവം ബാക്കിയുണ്ട് അല്ലേ?
തീർച്ചയായും എ ഗ്രേഡ് കിട്ടിയതിൽ അതിശയമൊന്നുമില്ല. കാരണം അത്രയ്ക്കും ഭംഗിയായിട്ടാണ് അവരത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അർത്ഥങ്ങൾ മനസ്സിലാകുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരു നിമിഷം സ്റ്റക്കായി നിന്ന് പോകുന്നില്ലേ. അവരുടെ ആ മുഖത്തെ ആ ഭാവങ്ങൾ അത്രത്തോളം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നു എന്നതാണ് അറിയാൻ